ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ബോർഡർ ലാൻഡ്സ് സിനിമ കാണാൻ വേണ്ടി ഫോറം മോൾ PVR വന്നിരിക്കുകയാണ്. സ്ക്രീൻ 5 ഈ സിനിമ. രാവിലെ ഞാൻ ആഡിയോസ് അമീഗോ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ 3 ഓൾറെഡി ചാനലിൽ റിവ്യൂ അടപ്പുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. റിവ്യൂ അല്ല, മൈ ഒപ്പീനിയൻ. അതുകൂടാതെ പിൻ കമൻ്റ് ആയിട്ട് ഇട്ടേക്കാം. എന്നിട്ട് കണ്ടു നോക്കാം. ഈ സിനിമയുടെ ഡയറക്ടർ എൽ റോത്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സിനിമ കണ്ടതിന് ശേഷം പറയാം. ഈ സിനിമ 99 റുപ്പീസ് ഉള്ളത് ടിക്കറ്റ്. മോസ്റ്റ് അപ്കമിങ് മൂവി ഫോർ മീ, ജോക്കർ പാർട്ട് 2. കേട്ടാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ലേറ്റ് ആയി വിചാരിച്ചതാണ്. 10:10 ഷോ. നാളെ കയറ്റി തുടങ്ങിയിട്ടില്ല. സ്ക്രീൻ 5 ബോർഡർ ലാൻഡ്സ് ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണിത്. പൊതുവേ ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസ് വരുമ്പോഴേക്കും അത്ര കാര്യമായിട്ട് ക്ലിക്ക് ആവാറില്ല. ഒരുപാട് ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വളരെ ചുരുക്കമേ മര്യാദക്ക് ഒരു സക്സസ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സൂപ്പർ മാരിയോ ബ്രോസ്, അത് സക്സസ് കണ്ടെത്താൻ പറ്റി. നമ്മുടെ സോണിക്കിൻ്റെ പാർട്ട് 1ഉം 2ഉം സക്സസ് കണ്ടെത്താൻ പറ്റി. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അത് മെയിൻലി ബിക്കോസ് ഓഫ് ജിം ക്യാരിയാണ്. വേറെ ലെവൽ അഭിനയം തോന്നി അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ സിനിമകൾ സക്സസ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ വൻ ഹിറ്റായിരുന്ന കുറേ ഗെയിംസിൻ്റെ സിനിമകളിലേക്ക് വന്നപ്പോഴേക്കും, മാക്സ് പെയിൻ സിനിമയായിട്ട് വന്നപ്പോഴേക്കും മാർക്ക് വോൾബർഗാണ് അഭിനയിച്ചത്. എന്നാലും അത് അത്ര സക്സസ് കണ്ടെത്താൻ പറ്റിയില്ല. ഹിറ്റ്മാൻ എന്നുള്ള ഗെയിം സിനിമയായിട്ട് വന്നപ്പോഴേക്കും സക്സസ് കണ്ടെത്താൻ പറ്റിയില്ല. ഡൂം അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ റോക്ക് ദ ജോൺസൺ ആണ്. ഡ്വെയിൻ ജോൺസൺ അഭിനയിച്ചിട്ട് പോലും അത് സക്സസ് അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ല. അതിനകത്ത് നമ്മുടെ ഇന്നത്തെ ബോയ്സിലെ മച്ചാൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഗെയിമിൻ്റെ ബേസ് ചെയ്ത് സിനിമയിൽ വന്നിട്ടുണ്ട്. ഈ സിനിമ ഞാൻ പറയും ആ കൂട്ടത്തിൽ ഏറ്റവും മോശം സിനിമകളിൽ ഒന്നാണെന്ന്. എലി റോത്ത് എന്നുള്ള ഡയറക്ടർ ആയതുകൊണ്ടും കേറ്റ് ബ്ലാൻചെറ്റിനെ പോലെയുള്ള ഗംഭീര നടിയും ഒക്കെ ഇതിനകത്തുണ്ട്. കെവിൻ ഹാർട്ട് ഉണ്ട്, ജെയ്മി ലീ കേർട്ടിസ് ഉണ്ട്. അപ്പോൾ കിട്ടില്ല സ്റ്റാർ കാസ്റ്റഡ്. അടിപൊളി ഡയറക്ടർ, പണി അറിയാവുന്ന ഡയറക്ടർ. എൽ റോത്ത് എന്നുള്ള ഡയറക്ടർ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹോസ്റ്റൽ 1 and 2 ഡയറക്ട് ചെയ്ത, താങ്ക്സ് ഗിവിംഗ് ഡയറക്ട് ചെയ്തിട്ടുള്ള, ഗ്രീൻ ഇൻഫേർണോ ഡയറക്ട് ചെയ്തിട്ടുള്ള, നോക്ക് കിയാനു റീവ്സിൻ്റെയും ആന ഡി ആർണസിൻ്റെയും നോക്കൊക്കെ ഡയറക്ട് ചെയ്ത ഒരു ഗംഭീര ഡയറക്ടറാണ്. പുള്ളിയുടെ പേര് കളയാൻ ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കേറ്റ് ബ്ലാൻചെറ്റ് നിങ്ങൾ ഒരു ഓസ്കർ വിന്നിങ് ആക്ട്രസ് ആണ്, വേറെ ലെവൽ പെർഫോമറാണ്. ഹോളിവുഡിലെ വളരെ ബെസ്റ്റ് ആക്ട്രസ് എന്ന് ആൾക്കാർ പറയുന്ന പേരിൽ ഒരാളാണ്. ഇവരുടെ ഒക്കെ പേര് നശിപ്പിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമ എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ സിനിമയെ പറ്റി. എൽ റോത്ത് എന്നുള്ള ഡയറക്ടർ, അല്ലെങ്കിൽ എലി റോത്ത് എന്ന് എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം, പുള്ളി ഇതിൻ്റെ സെറ്റിൽ പോലും പോയിട്ടാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം പുള്ളി ഒരു ദിവസമെങ്കിലും ഈ സെറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ പുള്ളി പാക്കപ്പ് പറഞ്ഞാണ്. അത്രയും ഹൊറിബിൾ ആയിട്ടുള്ളൊരു അനുഭവം. ഈ സിനിമ കണ്ടു തീർക്കാൻ പെട്ടൊരു പാട്. ഒരു മര്യാദക്ക് നല്ലൊരു ആക്ഷൻ സീക്വൻസ് ഇല്ല. റോബർട്ട് റോഡ്രിഗസിൻ്റെ സ്പൈ കിഡ്സിൻ്റെ ഒരു സീരീസ് ഉണ്ട്, സ്പൈ കിഡ്സ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്, സ്പൈ കിഡ്സ് 3D. എൻ്റെ ദൈവമേ, ആ സിനിമ ഇതിനേക്കാളൊക്കെ എത്ര കിടിലനായിരുന്നു അറിയാമോ. ഈവൻ വിഷ്വലി ഇതിനകത്ത് ഭയങ്കര ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട് സിനിമയിൽ. ഇതൊക്കെ കൂടാണ്ട് വന്ന DCPയുടെ ആണോ അല്ലെങ്കിൽ ഇന്നലത്തെ തിയേറ്ററിൻ്റെ എററാണോ എന്താണെന്നറിയില്ല. സ്ക്രീൻ 5 ഈ സിനിമ കാണാൻ ഹൊറിബിളായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ മൊത്തം പ്രശ്നം, പാൽപ്പാട് കെട്ടിക്കിടക്കുന്ന പോലെ വിഷ്വൽസ്. അതായത് ഇങ്ങനെ വെളുത്തിരിക്കണം മൊത്തത്തിൽ. എന്തോ ഭയങ്കര വലിയ എന്തോ ഫോൾട്ട്, ഫോക്കസ് ഇഷ്യൂ, മൊത്തം പ്രശ്നം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തലവേനയൊക്കെ എടുത്തു തുടങ്ങി. കാരണം മര്യാദക്ക് ഫോക്കസ് ആവാനുള്ള മങ്ങന്ന് കിടന്നിട്ട് ഭയങ്കര വെളുത്തിരിക്കുന്നു സ്ക്രീൻ. എന്താണെന്നറിയില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഇത് ഫിക്സായി. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഹൊറിബിളായിരുന്നു. ഈ സിനിമ തുടങ്ങാനും 10 മിനിറ്റ് ലേറ്റായി. 10:20 തുടങ്ങേണ്ട സിനിമ തുടങ്ങിയത് ഏകദേശം 10:45 ആയപ്പോഴാണ്. 10:45 10:40 ആയപ്പോഴേക്കും എൻ്റെ അമ്മൂനെ എന്തൊരു ശോക അനുഭവമായിരുന്നു അറിയാം. ആദ്യമായിട്ടാണ് PVR ഫോറം മോളിൽ പോയിട്ട് ഒരു സിനിമ അനുഭവം ഇത്രയും ട്രഷറസ് ആവുന്നത്, അത്രയും പെത്തറ്റിക് ആവുന്നത് ആദ്യമായിട്ടാണ്. അത്രയും എനിക്ക് മടുത്തുപോയി. അങ്ങനത്തെ ഒരു മഹാമോശ സിനിമയെന്ന് ഞാൻ പറയും. എനിക്ക് മഹാമോശമായിട്ടാണ് ഈ സിനിമ അനുഭവപ്പെട്ടത്. ഇത് ഗെയിമിൻ്റെ ഒരു ഫാനായ കൂടി കൊണ്ടാണെന്നുള്ളത് എനിക്ക് 2 അല്ല 4 അല്ല 10 ഇരട്ടി ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ബോർഡർ ലാൻഡ്സ് 1, 2, 3
ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ്. ലിലിത്ത് എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ നമുക്ക് പൊതുവെ ബോർഡർലാൻഡ്സിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു ആളായിട്ട് കളിക്കാം. എൻ്റെ പൊന്നോ, 13 എന്ന് പറഞ്ഞ ഒരു ഗെയിമുണ്ട്. ഗെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ഗെയിമേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടൊരു ഗെയിമാണ് 13. ഈ 13ൻ്റെ ടൈപ്പ് ഒരു സ്റ്റൈലാണ് ഈ ബോർഡർലാൻഡ്സിലുണ്ട്. ബോർഡർലാൻഡ്സ് ആണ് ആദ്യം വന്നത്. ഒരു കാർട്ടൂണിഷ് രീതിയിലുള്ള ഒരു കോമിക് സ്റ്റൈൽ രീതിയിലുള്ള ഒരു ഗെയിം പ്ലേ ആണ്. ആ ആ ഗെയിമിൻ്റെ ഒരു സാധനം പോലും, ഒരു നല്ല കാര്യം പോലും ഈ സിനിമയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റി എന്നുള്ളത് പരിതാപകരമായ കാര്യമാണ്. എന്തൊക്കെ ചെയ്യാമെന്ന് പറയാം. ഒരു ഗെയിമിനെ ബേസ് ചെയ്തൊരു സിനിമ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഗെയിമിൻ്റെ POV രീതിയിൽ കാണിക്കാമായിരുന്നു. ഈ ഗെയിമിനൊരു യുണീക്നെസ് ഉണ്ടല്ലോ, ആ ഒരു കാർട്ടൂണിഷ് സാധനം, അത് നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. ഇത് ആകെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എൻഡ് ക്രെഡിറ്റ്സ് റോൾ ചെയ്ത ടൈമിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സിനിമയിൽ കാണിക്കണമായിരുന്നു. ആ ഒരു POV ആ ഒരു സ്റ്റൈൽ രീതിയിലൊക്കെ എടുത്ത് കാണിക്കാമായിരുന്നു. ഡൂം എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റോക്കിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിനകത്ത് ആ ഡൂമിൻ്റെ ഗെയിം പ്ലേ സ്റ്റൈലിലൊക്കെ വിഷ്വൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡൂമൊക്കെ ചില ആൾക്കാർ വൻ ശോകം പടമെന്നാണ് പറയണത്. അവരൊക്കെ ഈ സിനിമ ഒന്ന് കാണണം. അപ്പം ഡൂമൊക്കെ ഗംഭീര സിനിമയായിട്ട് ഫീൽ ചെയ്യും. ഈവൻ ഡൂമിലെ ആക്ഷൻ സീക്വൻസസ് ഒക്കെ എന്ത് രസമായിരുന്നു. ഈവൻ ആ ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലുള്ള കുറേ കിഡിലൻ ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കിഡിലായിരുന്നു. ഡൂം മോശമെന്ന് പറയണവനൊക്കെ ഈ സിനിമ ഒന്ന് കാണണം. തൃപ്തിയായി കിട്ടും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വേസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ. കേറ്റ് ബ്ലാൻചെറ്റൊക്കെ ഈ സിനിമയെ റിഗ്രറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ജെമി ലീ കർട്ടിസ് കേട്ട് ഓസ്കർ വിന്നിങ് ആക്ട്രസ് ആണ്. അവരെയൊക്കെ പിടിച്ചിട്ടാണ് ഈ അപരാധം എടുത്ത് വെച്ചിരിക്കുന്നത്. അപരാധം എന്ന് പറഞ്ഞാൽ അമ്മാതിരി അപരാധം. അത് മാത്രമല്ല, ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ജാക്ക് ബ്ലാക്ക് എന്നുള്ള മഹാനടൻ്റെ വോയിസാണ്. കുംഫു പാൻഡ ഉൾപ്പെടെ ഒരുപാട് ജുമാൻജിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഗംഭീര നടനാണ് ജാക്ക് ബ്ലാക്ക്. ആ ജാക്ക് ബ്ലാക്ക് ഈ സിനിമയിൽ ഇല്ലെങ്കിൽ, വോയിസ് കൊടുക്കാനില്ലെങ്കിൽ, ക്ലാപ് ട്രാപ്പ് എന്നുള്ള ഒരു ഐക്കോണിക് ക്യാരക്ടറാണ് ആ ഗെയിമിൽ. ആ ക്യാരക്ടർ ഇതിനകത്ത് വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് ജാക്ക് ബ്ലാക്കാണ് വോയിസ് ആക്ട് ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ എൻ്റെ പൊന്നെ ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ തന്നെ പാടാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഉള്ളി ഉള്ളതുകൊണ്ടാണ് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ കെവിൻ ഹാർട്ടിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് അപമാനിച്ചതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രയും ശോകം ഒരു അനുഭവം. ഞാൻ ഇങ്ങനെ ഒരു സിനിമയെ പറ്റി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇത് വേസ്റ്റിൻ്റെ അത്രയും വേസ്റ്റ് സീനായിരുന്നു. അതുകൊണ്ട് പറയണേ, വിഷ്വലിയും വേസ്റ്റ് ആയിരുന്നു, എക്സ്പീരിയൻസ് വൈസും വേസ്റ്റ് ആയിരുന്നു. ഇന്നലെ പ്രൊജക്ഷൻ എല്ലാം കൊണ്ട് അതെനിക്കൊന്നേ ഒരു നമ്മളിങ്ങനെ ചില അബദ്ധത്തിൽ പോയി ചാടാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ കർമ്മ അല്ലെങ്കിൽ പല സാധനങ്ങൾ നമ്മുടെ വേൾഡിലുള്ള പല കാര്യങ്ങൾ നമ്മളെ പിന്തിരിപ്പിക്കും എന്നൊക്കെ പറയൂലേ. അതുപോലെയായിരുന്നു ഈ സിനിമ. തുടങ്ങാനേ മുന്നേ ഓടിപ്പിക്കോ ഈ സിനിമ കാണണ്ടെന്ന രീതിയിൽ തിയേറ്റർ നമ്മളോട് എന്തോ ഇത് തന്നാന്ന് തോന്നുന്നുണ്ട്, ഒരു ക്ലൂ തന്നാന്ന് തോന്നുന്നു. അമ്മാതിരി ദുരന്തമാണ്. ദുരന്തം പറഞ്ഞാൽ അമ്മാതിരി ദുരന്തം വരുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ മാക്സിമം, അതായത് ഞാൻ ഒന്നുമില്ല അപ്പം ഇത് കണ്ട് എൻജോയ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ കുറേ സാധനങ്ങൾ കണ്ടത്. ചില സാധനങ്ങളൊക്കെ രസമുണ്ടായിരുന്നു കണ്ടിരിക്കാം. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ടയറിങ് എക്സ്പീരിയൻസ്, മടുത്തുപോയി. നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ ഈ സിനിമ 99 രൂപയ്ക്ക് ഇന്നലെ ഓഫറിലാണ് കണ്ടത്. ഇന്നലെ ഇറങ്ങിയ ദിവസം തന്നെ 99 രൂപയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. PVRയുടെ ഐനോക്സിൻ്റെ എല്ലാ തിയേറ്റേഴ്സിലും ഇന്നലെ മറ്റേ ഓഫർ ഉണ്ടായിരുന്നു. ഏത് സിനിമയും ഡെഡ്പൂൾ ആൻഡ് വുൾവറീനും കൽക്കി ഒഴുക്കി ബാക്കി എല്ലാ സിനിമയും 99 റുപ്പീസ്. പക്ഷേ എന്നിട്ടും എനിക്ക് പറ്റിയില്ല. ഈ സിനിമ 10 രൂപ കണ്ടാൽ പോലും ഞാൻ കരഞ്ഞു പോയനെ. അങ്ങനത്തെ അവസ്ഥയാണ്. വെറും 10 രൂപയ്ക്ക് കണ്ടാൽ പോലും. കാരണം അത്രയും ദുരന്തമായിരുന്നു, അത്രയും ദുരന്ത അനുഭവം. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ സീറ്റിൽ അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അങ്ങനത്തെ എത്ര തവണ നേരെ വീണ്ടും കയറി ഇരിക്കേണ്ടി വന്നെന്ന് പറയാമോ, അത്രയും ദുരന്തം. എൻ്റെ കുഴപ്പമായിരിക്കാം, പക്ഷെ എനിക്ക് പറ്റിയില്ല ഈ സിനിമ കണ്ടിരിക്കാൻ. സത്യമായിട്ട് ഇതിൻ്റെ IMDb റോട്ടൻ ടൊമാറ്റോസ് റേറ്റിംഗ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു അൾട്രാ പത്തറ്റിക് ദുരന്തം കണ്ടുവന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടിട്ട്. ഇന്നലെ രാത്രിയാണ് ഈ സിനിമ കണ്ടത്. ഞാനിപ്പോൾ അടുത്ത ദിവസം ഇത് പറയണം, കാരണം എനിക്ക് ഇന്നലെ വന്നത് പറയാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഞാൻ അത്രയ്ക്കും അടുത്ത് പോയായിരുന്നു. കേറ്റ് ബ്ലാൻചെറ്റ്, ഐ ആം സോറി. റോത്ത്, ഐ ആം സോറി. ജെയ്മി ലീ കർട്ടിസ്, ഐ ആം സോറി. എല്ലാവരോടും ഞാൻ സോറി പറയാനാണ്. ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നല്ലോ. ഇത് കണ്ടിരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഈ അപരാധം എനിക്ക് പൊറുക്കാൻ പറ്റിയില്ല.
അത്രയും ഷോക്ക് അനുഭവമായിരുന്നു. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഫീൽ ചെയ്യുക, ചിലവർക്ക് അടിപൊളിയായിട്ട് ഫീൽ ആയേക്കാം. ഗെയിമിനെ പറ്റി ഒരു കുന്തം അറിയാൻ പാടില്ലാതെ പോയി കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് നന്നായിട്ട് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ആസ് എ ഗെയിമർ ഐ ആം സൂപ്പർ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദിസ് മൂവി. ഓ, ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, എനിക്ക് മുന്നേ വളരെ മോശം എന്ന് തോന്നിയ സിനിമകളൊക്കെ ബെറ്റർ ആയിട്ട് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ. അതൊക്കെ എത്രയോ ഭേദം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതിനും വേസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഭാഗ്യത്തിന്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നലെ 2 സിനിമ കണ്ടിരുന്നു. രാത്രി ഇതും, രാവിലെ ആഡിയോസ് അമീഗോസ് സ്വർഗാനുഭവമായിരുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. അത് അറ്റ്ലീസ്റ്റ് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ചിരിക്കാനുണ്ടായിരുന്നു, എൻജോയബിൾ ആയിരുന്നു. അയ്യോ, ഈ സിനിമ മടുപ്പിച്ച് കളഞ്ഞ്. ഇത്ര പറയാനുള്ളൂ. ബൈ.